ജനുവരി 28 സെന്റ് തോമസ് അക്വിനാസ്, പുരോഹിതനും ഡോക്ടറും. 1225 1274. ഉദ്ധരണി. മനുഷ്യരുടെ രക്ഷ കൂടുതൽ ഉചിതവും കൂടുതൽ ഉറപ്പും കൊണ്ടുവരാൻ ദൈവിക വെളിപാടിലൂടെ അവരെ ദൈവിക സത്യങ്ങൾ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതിനാൽ യുക്തിയാൽ കെട്ടിപ്പടുക്കപ്പെട്ട തത്വചിന്ത കൂടാതെ വെളിപാടിലൂടെ പഠിക്കുന്ന ഒരു വിശുദ്ധ ശാസ്ത്രവും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രതിഫലനം. സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവികളിൽ വിശുദ്ധ തോമസ് മറ്റുള്ളവരെക്കാൾ വളരെ ഉയർന്നതാണ്. അദ്ദേഹം സഭയുടെ ഒരു ഡോക്ടർ മാത്രമല്ല, ഏഞ്ചലിക് ഡോക്ടർ, കോമൺ ഡോക്ടർ, യൂണിവേഴ്സൽ ഡോക്ടർ എന്നീ സ്ഥാനപ്പേരുകൾ നൽകിയിട്ടുണ്ട്. സഭയുടെ സിദ്ധാന്തത്തിലും വിശ്വാസത്തെക്കുറിച്ചുള്ള ബൗദ്ധിക ധാരണയിലും സെന്റ് തോമസ് ചെലുത്തിയ സ്വാധീനം കുറച്ചുകാണാൻ പ്രയാസമാണ്. മധ്യ ഇറ്റലിയിലെ അക്വിനോ പട്ടണത്തിനടുത്തുള്ള ഒരു വലിയ കോട്ടയിലാണ് തോമസ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു കുലീനനായിരുന്നു, ഫ്രെഡറിക് രണ്ടാമൻ ചക്രവർത്തിയുടെ സൈന്യത്തിലെ ഒരു നൈറ്റ്. തന്റെ അമ്മാവൻ മഠാധിപതിയായിരുന്ന പ്രസിദ്ധമായ ബെനഡിക്റ്റൈൻ ആശ്രമമായ മോണ്ടെ കാസിനോയിൽ 5 വയസ്സുള്ളപ്പോൾ തോമസ് പഠനം ആരംഭിച്ചു. തോമസിന്റെ മാതാപിതാക്കൾ ഒരു ദിവസം അദ്ദേഹം തന്നെ ആശ്രമാധിപനാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന് 14 വയസ്സുള്ളപ്പോൾ സൈനിക സംഘട്ടനങ്ങൾ കാരണം തോമസ് തന്റെ പഠനം തുടരുന്നതിനായി മോണ്ടെ കാസിനോയിൽ നിന്ന് പുതുതായി സ്ഥാപിതമായ നേപ്പിൾസ് സർവകലാശാലയിലേക്ക് മാറി. അവിടെ വച്ചാണ് അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ച ഡൊമിനിക്കൻ വംശജരുമായി അദ്ദേഹം സമ്പർക്കം പുലർത്തിയത്. അവർ പുതുതായി സ്ഥാപിതമായ അവരുടെ ക്രമത്തിൽ ചേരാൻ തോമസിന് പദ്ധതികൾ തയ്യാറാക്കി. പരസ്യമായി ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്ന തോമസിന്റെ ബുദ്ധി അക്കാലത്ത് തിളങ്ങി. കാലക്രമേണ മിടുക്കനുള്ള അദ്ദേഹത്തിന്റെ പ്രശസ്തി പരക്കെ അറിയപ്പെടാൻ തുടങ്ങി. 19-ാം വയസ്സിൽ അച്ഛൻ മരിച്ചതിന്റെ പിറ്റേ വർഷം തോമസ് ഡൊമിനിക്കൻസിൽ ചേർന്നു. ഭൂമിയുടെയും സൈനിക സേവനത്തിന്റെയും ഉടമസ്ഥാവകാശം വിലമതിച്ചിരുന്ന അക്കാലത്തെ ഫ്യൂഡലിസത്തിന്റെ സാമൂഹിക വ്യവസ്ഥയിൽ മുങ്ങിക്കുളിച്ച അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഈ വാർത്ത ചൊടിപ്പിച്ചു. ഫ്യൂഡൽ സമ്പ്രദായത്തിനുള്ളിലെ ബഹുമാനപ്പെട്ട ഉത്തരവുകളിലൊന്നാണ് ബെനഡിക്റ്റൈൻസ്. അല്ലാതെ ദരിദ്രരായ മതപ്രഭാഷകരായിരുന്ന ഡൊമിനിക്കന്മാരല്ല, പ്രഭുക്കന്മാർക്ക് കൂടുതൽ അനുയോജ്യനായതിനാൽ തോമസിന്റെ കുടുംബം അദ്ദേഹത്തെ മോണ്ടെ കാസിനോയിലെ മഠാധിപതിയാക്കാൻ ആഗ്രഹിച്ചു. ഇതിന് പരിഹാരമായി അവന്റെ അമ്മ തോമസിനെ തട്ടിക്കൊണ്ടുപോയി ഒരു കുടുംബക്കോട്ടയിൽ അടച്ചു. അവിടെ അദ്ദേഹം ഒരു വർഷത്തോളം തടവിലായി. ആ സമയത്ത് അവന്റെ അമ്മയും സഹോദരങ്ങളും മറ്റു പലരും തോമസിനെ ബെനഡിക്റ്റൈൻ ആകാൻ സമ്മതിപ്പിക്കാൻ തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്തു. പക്ഷേ തോമസ് നിരസിച്ചു. ഒരു ദിവസം അവനെ പ്രലോഭിപ്പിക്കാൻ അവന്റെ വീട്ടുകാർ ഒരു വേശ്യയെ അവന്റെ സെല്ലിലേക്ക് അയച്ചു. പക്ഷേ അവൻ അവളെ കത്തിച്ച വിറകുമായി ഓടിച്ചു. ഒടുവിൽ കുടുംബത്തെ കൂടുതൽ അപമാനത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു മാർഗമായി രാത്രിയിൽ കോട്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ അമ്മ അവനെ അനുവദിച്ചു. ഇപ്പോൾ 20 വയസ്സുള്ള തോമസ് ഡൊമിനിക്കൻസിൽ വീണ്ടും ചേരുകയും പാരീസിലേക്ക് അയക്കുകയും അവിടെ ബൗദ്ധിക ഭീമനായ സഹോദരൻ ആൽബർട്ടിന്റെ വിദ്യാർത്ഥിയായിത്തീർന്നു. അദ്ദേഹം ഇപ്പോൾ സെന്റ് ആൽബർട്ട് ദി ഗ്രേറ്റ് എന്നറിയപ്പെടുന്നു. സഹോദരൻ തോമസ് അരിസ്റ്റോട്ടിലിന്റെ തത്വചിന്തയോട് പ്രത്യേകമായി ഇഷ്ടപ്പെട്ടു. അത് അദ്ദേഹത്തിന്റെ ഭാവി രചനകളുടെ അടിസ്ഥാനമായി മാറും. ഇത് സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി. വർഷങ്ങളോളം അദ്ദേഹം ആൽബർട്ട് സഹോദരന്റെ കീഴിൽ പഠനം തുടർന്നു. വിനയം, അപൂർവമായി സംസാരിക്കുക, തർക്കിക്കുക, അല്ലെങ്കിൽ തന്റെ തീക്ഷ്ണ ബുദ്ധി വെളിപ്പെടുത്തുക തുടങ്ങിയ ഗുണങ്ങളിൽ വളർന്നതിനാൽ തോമസും ക്ലാസിൽ കൂടുതൽ സംരക്ഷിതനായി. അദ്ദേഹത്തിന്റെ ശാന്തമായ സ്വഭാവം പല വിദ്യാർത്ഥികളെയും അദ്ദേഹം ബുദ്ധിശൂന്യനാണെന്ന നിഗമനത്തിലേക്ക് നയിച്ചു. അവർ അദ്ദേഹത്തിന് ഡംബ് ഓക്സ് എന്ന വിളിപ്പേര് നൽകി. എന്നിരുന്നാലും ഒരു ദിവസം അദ്ദേഹത്തിന്റെ അധ്യാപകനായ ആൽബർട്ട് സഹോദരൻ, തോമസ് സഹോദരൻ എത്ര മിടുക്കനാണെന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ട സമയമാണിതെന്ന് തീരുമാനിച്ചു. അതിനാൽ അദ്ദേഹം ഉത്തരം നൽകാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം നൽകി. അടുത്ത ദിവസം ക്ലാസ്സിൽ ഉത്തരം അവതരിപ്പിക്കാൻ മടങ്ങിവരാൻ ആവശ്യപ്പെട്ടു. തോമസ് അങ്ങനെ ചെയ്തതിനുശേഷം അദ്ദേഹത്തിന്റെ സഹപാഠികൾ ഭയഭക്തിയിലായി. ആൽബർട്ട് സഹോദരൻ അവനെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾ അവനെ ഊമക്കാള എന്ന് വിളിക്കുന്നു, എന്നാൽ അവന്റെ പഠിപ്പിക്കലിൽ അവൻ ഒരു ദിവസം അത്തരമൊരു അലർച്ച ഉണ്ടാക്കും. അത് ലോകമെമ്പാടും കേൾക്കൂ. 1252 26-ാമത്തെ വയസ്സിൽ മാർപ്പാപ്പ സഹോദരൻ തോമസിന് ദൈവശാസ്ത്രത്തിൽ മാസ്റ്റർ എന്ന പദവി നൽകി. അടുത്ത 22 വർഷക്കാലം ബ്രദർ തോമസ് നിരവധി പുസ്തകങ്ങളും പ്രഭാഷണങ്ങളും തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളും എഴുതി. കൂടാതെ പാങ്കെ ലിംഗുവ ഉൾപ്പെടെയുള്ള നമ്മുടെ സഭയിലെ ഏറ്റവും മനോഹരമായ ചില ഗാനങ്ങൾ രചിക്കുകയും ചെയ്തു. പാരീസ്, നേപ്പിൾസ്, ഓർവിറ്റോ, റോം എന്നിവിടങ്ങളിൽ അധ്യാപകൻ, പ്രസംഗകൻ, മാർപ്പാപ്പ ദൈവശാസ്ത്രജ്ഞൻ എന്നീ നിലകളിൽ അദ്ദേഹം തുടർന്നു. അദ്ദേഹത്തിന്റെ നിരവധി കൃതികളിൽ സെന്റ് തോമസ് സുമ്മാ തിയോളജിക്ക അല്ലെങ്കിൽ ദൈവശാസ്ത്രത്തിന്റെ സംഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നു. 1273 കുർബാന നടത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരു ദർശനം ഉണ്ടായതായി ഒരു പാരമ്പര്യം പറയുന്നു. തനിക്ക് ഇനി എഴുതാൻ കഴിയില്ലെന്ന് അദ്ദേഹം പിന്നീട് തന്റെ എഴുത്തുകാരനായ സഹോദരൻ റെജിനാൾഡിനോട് പറഞ്ഞു. എന്തുകൊണ്ടെന്ന് സഹോദരൻ റെജിനോൾഡ് അവനോട് ചോദിച്ചപ്പോൾ, റെജിനാൾഡ്, എനിക്ക് കഴിയില്ല, കാരണം ഞാൻ എഴുതിയതെല്ലാം എനിക്ക് വൈക്കോൽ പോലെ തോന്നുന്നു. തുടർച്ചയായ അസുഖങ്ങളെ തുടർന്ന് അടുത്ത വർഷം സഹോദരൻ തോമസ് മരിച്ചു. വിശുദ്ധ തോമസ് മിടുക്കൻ മാത്രമല്ല, ദൈവത്തെ സ്നേഹിക്കുകയും വിശ്വാസത്തിന്റെ സത്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തുകയും ധൈര്യത്തോടെ പുതിയ രീതികൾ അവതരിപ്പിക്കുകയും ചെയ്ത് ദൈവം കൂടുതൽ അറിയപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്ത അഗാധമായ വിശ്വാസമുള്ള ഒരു മനുഷ്യൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതം അമാനുഷിക സത്യത്തിന്റെ ഒരു ഉറവ് ഉളവാക്കി. അത് പിന്നീട് അദ്ദേഹത്തിന്റെ ബുദ്ധിയാൽ സംഘടിപ്പിക്കപ്പെടുകയും മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു.
തോമസിന്റെ എളിമയും ആത്മാർത്ഥതയും ഒരു ആദ്യകാല ജീവചരിത്രകാരൻ പറഞ്ഞ ഒരു കഥയിൽ കടന്നുവരുന്നു. ഒരു ദിവസം രാവിലെ ക്രൂശിതരൂപത്തിനു മുമ്പായി ബ്രദർ തോമസ് പ്രാർത്ഥിക്കുമ്പോൾ തന്റെ രചനകൾ ശരിയാണോ അല്ലയോ എന്ന് അദ്ദേഹം ഉത്കണ്ഠയോടെ കർത്താവിനോട് അപേക്ഷിച്ചു. യേശു അവനോട് പറഞ്ഞു, തോമാസേ, നീ എന്നെക്കുറിച്ച് നന്നായി എഴുതിയിരിക്കുന്നു, നിനക്കുള്ള പ്രതിഫലം എന്തായിരിക്കും? തോമസ് മറുപടി പറഞ്ഞു, കർത്താവേ, അങ്ങല്ലാതെ മറ്റൊന്നുമില്ല. ബൗദ്ധികമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ വിളിക്കില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിനോട് സംസാരിക്കാനും മറഞ്ഞിരിക്കുന്ന നിരവധി സത്യങ്ങൾ വെളിപ്പെടുത്താനും ആ സത്യങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ പ്രയോഗിക്കാനും ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് അറിയൂ. വിശ്വാസത്തിന്റെ സത്യങ്ങളുമായി നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ പൂർണ്ണമായി ഇടപഴകാൻ കഴിയുന്ന ഏതെങ്കിലും വഴികൾ ആലോചിക്കുക. അങ്ങനെ ആ സത്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ദൗത്യത്തിന്റെ അടിത്തറയാകൂ.